ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ്. മനോഭാവം അതല്ലേ എല്ലാം. ഈ പുസ്തകം ഒരു ലൈഫ് ചേഞ്ചിങ് ഗൈഡാണ്. കാരണം ഇത് നമ്മെ ജീവിതത്തിൽ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആക്കുന്നു. ജീവിതത്തെ പാസീവായി കാണാതെ സ്വയം രൂപപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നു. ജെഫ് കെല്ലർ ഈ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഘടകം നമ്മുടെ മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആണെന്നാണ്. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം നമുക്ക് മുന്നോട്ട് പോകാനുള്ള പാത നിർണയിക്കുന്നു. നമ്മുടെ ദിശയും വിജയവും തീരുമാനിക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. അത് മാറിയാൽ ജീവിതം തന്നെ മാറും. ജീവിതത്തിലെ പ്രതിബദ്ധത, ഭയത്തെ നേരിടൽ, പരാജയം സ്വീകരിക്കൽ, പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണൽ, നെഗറ്റീവ് ആളുകളെ ഒഴിവാക്കൽ, മറ്റുള്ളവരെ സഹായിക്കൽ തുടങ്ങിയ ശീലങ്ങൾ എല്ലാം നമ്മെ ഉയർന്ന ഫലങ്ങൾ നേടാൻ സഹായിക്കുന്നു. ചാപ്റ്റർ 1, യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് യുവർ വിൻഡോ ടു ദ വേൾഡ്. ജെഫ് കെല്ലർ ഈ പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത് അത്യന്തം മനോഹരവും ജീവിതം മാറ്റുന്നതുമായ ഒരാശയമാണ്. നമ്മുടെ മനോഭാവം ഒരു ജനൽപ്പാളിയാണ്. ഈ ഉപമ ആദ്യ നോട്ടത്തിൽ ലളിതമായി തോന്നിയാലും അത് മനുഷ്യജീവിതത്തിന്റെ ആഴത്തിലുള്ള സത്യം തുറന്നു കാണിക്കുന്നു. നാം പുറത്തുള്ള ലോകത്തെ കാണുന്നത് ഒരു ജനലിലൂടെയാണ്. ജനൽ വൃത്തിയാണെങ്കിൽ ലോകം പ്രകാശമുള്ളതായി നമുക്ക് കാണാം. പക്ഷേ ജനലിൽ പൊടി പിടിച്ചാൽ ലോകം തന്നെ ഇരുണ്ടതായി തോന്നും. എന്നാൽ മാറിയത് ലോകമല്ല, മാറിയത് ജനലാണ്. നാം പുറത്തുള്ള ലോകത്തെ കാണുന്ന ജനലാണ് നമ്മുടെ മനോഭാവം. ലോകത്തെപ്പറ്റി നമുക്കുണ്ടാകുന്ന വികാരം, സന്തോഷം, പ്രതീക്ഷ, ആത്മവിശ്വാസം, കാഴ്ചപ്പാട് എന്നിവയെല്ലാം നമ്മുടെ മനോഭാവമാകുന്ന ഈ ജനൽ എത്ര ശുദ്ധമാണോ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാവരും ജനിക്കുന്നത് പോസിറ്റീവ് മനോഭാവത്തോടെയാണ്. ഒരു കുഞ്ഞിന്റെ മനസ്സ് പൂർണ്ണമായും തുറന്നതും സംശയരഹിതവുമാണ്. കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ 100 തവണ വീഴും. പക്ഷേ ഒരു തവണ പോലും എനിക്ക് സാധിക്കില്ല എന്നും ഞാൻ പരാജയപ്പെട്ടവനാണ് എന്നും ആ കുഞ്ഞ് ചിന്തിക്കില്ല. ശ്രമം വീണ്ടും വീണ്ടും തുടരുക എന്നത് മനുഷ്യന്റെ സ്വഭാവ ഗുണമാണ്. പക്ഷേ ബാല്യത്തിൽ നമുക്ക് ലഭിച്ച മനോഭാവത്തിന്റെ ഈ വൃത്തിയായ ജനൽ കാലക്രമത്തിൽ മലിനമാകുന്നു. മാതാപിതാക്കളുടെ വിമർശനങ്ങൾ, സ്കൂൾ കാലത്തെ കളിയാക്കലുകൾ, അവഗണനകൾ, പഠനത്തിലെ പരാജയങ്ങൾ, നിനക്കത് സാധിക്കില്ല എന്ന വിമർശന വാക്കുകൾ, സമൂഹത്തിന്റെ താരതമ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങളോടുള്ള മറ്റുള്ളവരുടെ പരിഹാസം, ഇതെല്ലാം നമ്മുടെ മനോഭാവമാകുന്ന ജനലിൽ പൊടിയും അഴുക്കുകളും നിറയ്ക്കുന്നു. മനസ്സിന്റെ ജനൽ മലിനമാകുമ്പോൾ എന്താണ് നടക്കുന്നത്? ലോകം തന്നെ നെഗറ്റീവാണ് എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. എത്ര അവസരങ്ങൾ മുന്നിൽ വന്നാലും അവയൊന്നും കാണാൻ സാധിക്കില്ല. ഒരാൾ നമ്മളോട് നല്ലതായി പെരുമാറിയാലും സംശയം നിറഞ്ഞ മനസ്സ് അത് തെറ്റായി വ്യാഖ്യാനിക്കും. ജീവിതം ദുഷ്കരമാണെന്ന് തോന്നും. നമ്മളിലെ ആത്മവിശ്വാസം കുറയും. നമ്മുടെ സ്വപ്നങ്ങളെ തള്ളിപ്പറയാൻ നമ്മൾ തന്നെ പഠിച്ചു പോകും. ശ്രദ്ധിക്കുക, ലോകം നെഗറ്റീവാണെന്ന് തോന്നുന്നത് ലോകത്തിന്റെ തെറ്റല്ല, നമ്മുടെ കാഴ്ചപ്പാടിന്റെ തെറ്റാണ്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് യുവർ ഹോൾ വേൾഡ് ചേഞ്ചസ്. ജനൽ വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ മനസ്സും ശുദ്ധമാക്കണം. അതിനായി പഴയ പരാജയങ്ങളിൽ നിന്നുള്ള വിഷമങ്ങൾ വിട്ടുകളയണം. നെഗറ്റീവ് വാക്കുകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കണം. ഓരോ സാഹചര്യത്തിലും നല്ലതിനെ കണ്ടെത്താനുള്ള കണ്ണ് വളർത്തണം. സ്വയം വിശ്വാസം പുനർനിർമ്മിക്കണം. മനസ്സിന്റെ ജനൽ വൃത്തിയാക്കാനുള്ള ആദ്യ ചുവട് നമുക്ക് നോക്കാം. നമുക്കുള്ളിലെ നെഗറ്റീവ് ചിന്തകൾ തിരിച്ചറിയുക. എനിക്ക് കഴിയില്ല, ജീവിതം എന്നോട് അനീതി കാണിക്കുന്നു, എന്നെ ആരും പിന്തുണയ്ക്കുന്നില്ല. ഇത്തരം ചിന്തകൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്നു. പകരം എനിക്ക് പഠിക്കാം, ഞാൻ ശ്രമിക്കും, നല്ലത് സംഭവിക്കാം എന്ന ഭാഷ ഉപയോഗിക്കുമ്പോൾ മനസ്സിൽ ഊർജം നിറയുന്നു. ജീവിതം മാറുന്നത് നമ്മൾ മാറുന്ന ആ നിമിഷത്തിലാണ്. ബാഹ്യലോകം മാറേണ്ടതില്ല, മാറേണ്ടത് നമ്മുടെ മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. ചാപ്റ്റർ 2, യു ആർ എ ഹ്യൂമൻ മാഗ്നറ്റ്. മനുഷ്യൻ ഒരു കാന്തമാണ്. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ജീവിതത്തിൽ എന്ത് നല്ലത് സംഭവിക്കുന്നുവോ അത് ഭാഗ്യം മൂലമാണ് എന്നാണ് മിക്ക ആളുകളും ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കുന്നത്. പക്ഷേ ജെഫ് കെല്ലർ വ്യക്തമാക്കുന്നത് മറിച്ചാണ്. നമ്മുടെ പ്രഥമ ചിന്തകളാണ് നമ്മുടെ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നത്. ചിന്തകൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ശക്തിയുണ്ട്. നമ്മൾ സ്ഥിരമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാവി തീരുമാനങ്ങളെ, നമ്മുടെ മനോനിലയെ, നമ്മൾ അവസരങ്ങളെ കാണുന്ന രീതിയെ, നമ്മൾ കൈവരിക്കുന്ന ഫലത്തെ എല്ലാം
അത്ഭുതകരമായ രീതിയിൽ സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, എനിക്ക് ഭാഗ്യമില്ല, എൻ്റെ ജീവിതം മോശമാണ്, എനിക്ക് ഒന്നും ശരിയാവാറില്ല എന്നാണ് ഒരു മനുഷ്യൻ സ്ഥിരമായി ചിന്തിക്കുന്നത് എങ്കിൽ അവന്റെ മനസ്സ് അതൊരു സത്യമാണെന്ന് കരുതും. അതിനാൽ നെഗറ്റീവ് സംഭവങ്ങൾ മാത്രമായിരിക്കും പിന്നീട് അവന്റെ ശ്രദ്ധയിൽപ്പെടുക. പകരം ഇന്ന് ഞാൻ നല്ല അവസരം കണ്ടെത്തും, എനിക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും, എനിക്കായി നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാൾ അവയെ കണ്ടെത്താൻ കൂടുതൽ ശ്രദ്ധിക്കും. നമ്മുടെ ബ്രെയിൻ ഒരു ഫിൽട്ടറിംഗ് മെഷീനാണ്. മനസ്സ് നമ്മൾ ചിന്തിക്കുന്നതിനെയെല്ലാം അതിന്റെ ഫിൽട്ടറിംഗ് സിസ്റ്റം വഴി പരിശോധിക്കുന്നു. അവസരങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി എപ്പോഴുമുണ്ട്, പക്ഷേ അവ കണ്ടെത്തുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനെ ആശ്രയിച്ചാണ്. എനിക്ക് ജോലിയൊന്നും കിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മുന്നിലുള്ള ജോലി അവസരങ്ങൾ പോലും കാണാൻ നമ്മുടെ ബ്രെയിൻ സമ്മതിക്കില്ല. മറിച്ച് പഠിച്ച് മികച്ച ജോലി നേടാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ, ആലോചനകൾ, നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന ആളുകൾ, പഠന രീതികൾ, ഒപ്പം ചേരാവുന്ന ആളുകൾ എന്നിവയെല്ലാം നമുക്ക് അധികമായി കാണാൻ സാധിക്കും. മനുഷ്യൻ കാന്തം പോലെ താൻ ചിന്തിക്കുന്ന കാര്യങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. നെഗറ്റീവ് ചിന്തകൾ നമുക്ക് ചുറ്റും നെഗറ്റീവ് അനുഭവങ്ങൾ കൊണ്ടുവരുന്നു. സമ്മർദ്ദം, വിഷാദം, ആശങ്ക, വിഷമം ഇവയെല്ലാം നെഗറ്റീവ് ചിന്തകളുടെ ഉൽപ്പന്നമാണ്. ഒരാൾ ചിന്തിക്കുന്നത് എനിക്ക് സാധിക്കില്ല എന്നാണെങ്കിൽ ബ്രെയിൻ എനർജി താഴും. മറിച്ച് എനിക്ക് പഠിക്കാമെന്നാണെങ്കിൽ ബ്രെയിൻ എനർജി ഇൻസ്റ്റന്റ്ലി ഉയരും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ചിന്തകൾ ആജ്ഞയായി സ്വീകരിച്ച് പ്രവർത്തിക്കും. കെല്ലർ പറയുന്നു, യുവർ ഡോമിനന്റ് തോട്ട്സ് ഡിറ്റർമിൻ യുവർ ഡെസ്റ്റിനി. പോസിറ്റീവ് ചിന്ത എന്താണ് ചെയ്യുന്നത്? തലച്ചോറിൽ സന്തോഷ ഹോർമോണുകൾ ഉണ്ടാക്കും, ധൈര്യം നൽകും, മുന്നോട്ടുള്ള ചുവടുകൾ ചവിട്ടാൻ പ്രേരിപ്പിക്കും, പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. നാം കൂടുതൽ സജീവവും ഉത്സാഹവാനുമായിരിക്കും. ലളിതമായി പറഞ്ഞാൽ, ചിന്തകൾ വികാരത്തിലേക്കും, വികാരം പ്രവൃത്തിയിലേക്കും, പ്രവൃത്തി ഫലത്തിലേക്കും, ഫലം ജീവിതത്തിലേക്കും നയിക്കുന്നു. അതിനാൽ ജീവിതം മാറണമെങ്കിൽ ആദ്യം നമ്മുടെ ചിന്ത മാറണം. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ചെറിയ ചിന്തകളിലെ മാറ്റത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ബിക്കം അവെയർ ഓഫ് യുവർ തോട്ട്സ് ബിക്കോസ് യുവർ തോട്ട്സ് ആർ മാഗ്നറ്റ്സ്. ചാപ്റ്റർ 3, പിക്ചർ യുവർ വേ ടു സക്സസ്. ഈ അധ്യായം വിഷ്വലൈസേഷൻ എന്ന അതിശക്തമായ മാനസിക വിദ്യയെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സ് പ്രതികരിക്കുന്നത് വാക്കുകൾക്കനുസരിച്ചല്ല, നമ്മൾ സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾക്കനുസരിച്ചാണ്. മനസ്സ് ഒരു സിനിമ പ്രൊജക്ടറാണ്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടിയതുപോലെ മനസ്സിൽ ഒരു ചിത്രം സൃഷ്ടിക്കപ്പെടും. ആ ചിത്രം വാസ്തവത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ബ്രെയിൻ വികാരങ്ങൾ സൃഷ്ടിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ബൈക്ക് ഓടിക്കുന്നത് മനസ്സിൽ ചിന്തിച്ചാൽ ഹൃദയമിടിപ്പ്, ശരീരത്തിന്റെ പ്രതികരണം എല്ലാം ബൈക്ക് ഓടിക്കുന്നത് പോലെ തന്നെയാകും. മനസ്സ് യാഥാർത്ഥ്യമെന്നും മനസ്സിൽ സൃഷ്ടിച്ചത് എന്നും ഇത്തരം വിഷ്വലുകളെ വേർതിരിക്കില്ല. വിഷ്വലൈസേഷൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ഭയം കുറയ്ക്കുന്നു, ബ്രെയിനിന് വിജയത്തിന്റെ റിഹേഴ്സൽ ചെയ്യാൻ അവസരം നൽകുന്നു, സബ് കോൺഷ്യസ് മൈൻഡിനെ സക്സസ് മോഡിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തവും ശക്തവുമാകും. ജെഫ് കെല്ലർ പറയുന്നു, ബിഫോർ ദ ഔട്ടർ വിക്ടറി ദർ മസ്റ്റ് ബി ആൻ ഇന്നർ വിക്ടറി. പല കായിക താരങ്ങളും വിജയ ദിവസം, മെഡൽ, ഫിനിഷിംഗ് ലൈൻ, ജനങ്ങളുടെ കയ്യടി എന്നിവ ഓരോ ദിവസവും മനസ്സിൽ സിനിമ പോലെ ആവർത്തിക്കുന്നു. ഇത് മത്സര ദിവസം അവരുടെ ബ്രെയിനിന് സ്ട്രെസ് കുറയ്ക്കുന്നു. അവർ വിജയിക്കുന്നത് വെറും ഫിസിക്കൽ ട്രെയിനിങ് കൊണ്ട് മാത്രമല്ല, മെന്റൽ വിഷ്വലൈസേഷൻ കൂടി ഉള്ളതുകൊണ്ടാണ്. നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്കും വിഷ്വലൈസേഷൻ രീതി പ്രയോജനപ്പെടുത്താം. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ പഠനത്തിൽ ടോപ്പ് റാങ്ക്, ഒരു നല്ല ജോലി, ഒരു ബിസിനസ്, ഒരു വെഹിക്കിൾ, ഒരു ഡ്രീം ഹോം, അവയെല്ലാം നമ്മൾ നേടിക്കഴിഞ്ഞതുപോലെ മനസ്സിൽ ചിത്രീകരിക്കുക. വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള കറക്റ്റ് രീതി എന്താണ്? ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക, കണ്ണടച്ച് നമ്മുടെ ടാർഗറ്റ് ഗോളിനെ മനസ്സിൽ വരയ്ക്കുക. അതിന്റെ നിറം, സ്ഥലം, ശബ്ദം, അനുഭവം എല്ലാം വ്യക്തമായി മനസ്സിൽ കാണുക. അത് നേടിയതിന്റെ സന്തോഷം അനുഭവിക്കുക. ദിവസേന 5 മുതൽ 10 മിനിറ്റ് വരെ ഈ പ്രവൃത്തി ആവർത്തിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് ഈ ചിത്രങ്ങളെ സത്യമാണ് എന്ന് കരുതുന്നു. അതിനാൽ അത് നമ്മളെ ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തികളിലേക്ക് നയിക്കുന്നു. വിജയത്തിലേക്ക് വഴി തെളിയിക്കുന്ന ഒരു മാർഗമാണിത്. വിഷ്വലൈസേഷൻ മെന്റലി നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. പിന്നീട് പ്രവൃത്തി നമ്മളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ അധ്യായത്തിന്റെ സാരം ഇതാണ്: ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ ചിത്രം മനസ്സിൽ വരയ്ക്കുക. ആ ചിത്രം ദിനം പ്രതി ശക്തിപ്പെടുത്തുക.
അത് അവസാനത്തിൽ യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. ചാപ്റ്റർ 4 മേക്ക് എ കമ്മിറ്റ്മെന്റ് ആൻഡ് യു വിൽ മൂവ് മൗണ്ടൻസ്. ഈ അധ്യായത്തിൽ ജെഫ് കെല്ലർ പ്രതിബദ്ധത എന്ന ശക്തിയെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ആവശ്യമായത് 100% കമ്മിറ്റ്മെന്റ് ആണ്. ഒരു വ്യക്തി ഒരു കാര്യത്തിൽ താല്പര്യം മാത്രമുള്ളവനാകുമ്പോൾ അത് സ്വയം ചെയ്യുന്ന ഒരു ദുർബലമായ പ്രതിജ്ഞയാണ്. പക്ഷേ കമ്മിറ്റ്മെന്റ് എന്നത് അതിനേക്കാൾ ശക്തവും സ്ഥിരവുമായ ഒരു നിശ്ചയമാണ്. അത് ഒരു പർവ്വതം മാറ്റാൻ പോലും നമ്മെ പ്രേരിപ്പിക്കും. താല്പര്യവും പ്രതിബദ്ധതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യക്തിയുടെ സമീപനത്തെ 2 വിഭാഗങ്ങളായി വേർതിരിക്കാം. 1 ഇൻട്രസ്റ്റഡ്, താല്പര്യമുള്ളവർ, മനസ്സുണ്ടെങ്കിൽ ചെയ്യും, സമയം കിട്ടിയാൽ നോക്കാം, ജാഗ്രതയോടെ ശ്രമിച്ചാൽ എനിക്ക് ചെയ്യാമായിരുന്നു. ഇവർക്ക് ശ്രമം മാത്രമേയുള്ളൂ, പക്ഷേ ലക്ഷ്യബോധമോ നിർണയമോ ഇല്ല. 2 കമ്മിറ്റഡ്, പ്രതിബദ്ധരായവർ, എന്തു വില കൊടുത്തും ഞാനത് ചെയ്യും, ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ മുന്നോട്ടു പോകും, ഒരു വഴിയില്ലെങ്കിൽ ഞാൻ മറ്റൊരു വഴി ഉണ്ടാക്കും. ഇവരുടെ ഓരോ പ്രവൃത്തിയിലും ക്ലാരിറ്റി, സ്ഥിരത, ഒരു ലക്ഷ്യം, അചഞ്ചലമായ വിശ്വാസം എന്നിവയെല്ലാം നമുക്ക് കാണാം. പ്രതിബദ്ധത എന്ത് മാറ്റമാണ് സൃഷ്ടിക്കുന്നത്? ഒരു വ്യക്തി ഒരു ലക്ഷ്യത്തിനായി 100% സമർപ്പിക്കുമ്പോൾ അവന്റെ ബ്രെയിനിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം സംഭവിക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. ശരീരത്തിനുള്ളിലെ ഊർജം ഇരട്ടിയാകും. മനസ്സ് എക്സ്ക്യൂസ് മോഡിൽ നിന്ന് അച്ചീവ്മെന്റ് മോഡിലേക്ക് മാറും. ഭയം കുറയും, ധൈര്യം ഉയരും. പ്രതിബദ്ധത ഇല്ലാത്തവർ ആദ്യത്തെ തടസ്സത്തിൽ തന്നെ കീഴടങ്ങും. എന്നാൽ പ്രതിബദ്ധത ഉള്ളവർ തടസ്സങ്ങളെ നിരീക്ഷിച്ചതിന് ശേഷം തെറ്റായ മാർഗം മാറ്റി പുതിയൊരു മാർഗം കണ്ടെത്തും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടിയവർ കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് വിജയിച്ചത്. ശാസ്ത്രം, കായികം, ബിസിനസ് തുടങ്ങിയ മേഖലകളിലെ എല്ലാ വിജയികളും ഒരു ഘട്ടത്തിൽ ഒരു വലിയ പ്രതിബദ്ധത എടുത്തവരാണ്. അവർക്ക് വളരെയേറെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കമ്മിറ്റ്മെന്റ് അവരെ മുന്നോട്ട് നയിച്ചു. കമ്മിറ്റ്മെന്റ് എന്നാൽ ആക്ഷനും പെർസിസ്റ്റൻസും ചേർന്നതാണ്. ഉറച്ച തീരുമാനമെടുത്താൽ പ്രവൃത്തികൾ ശീലമാകും. ശീലങ്ങൾ ഫലങ്ങളിലേക്ക് നയിക്കും. ഫലങ്ങൾ ജീവിതത്തിൽ വളർച്ചയാകും. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നം ഡിസിഷൻ ഇല്ലായ്മയാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ലക്ഷ്യമുണ്ട്, പക്ഷേ അവർക്കൊരു ഉറച്ച ഡിസിഷൻ ഇല്ല. ഡിസിഷൻ ഇല്ലാത്ത ലക്ഷ്യം വെറും സ്വപ്നം മാത്രമാണ്. ജെഫ് കെല്ലറിന്റെ സന്ദേശം വ്യക്തമാണ്. കമ്മിറ്റ് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി, then watch how life recognize itself to help you succeed. Chapter 5 Turn problems into opportunities. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല, പക്ഷേ വിജയികളെയും പരാജയപ്പെടുന്നവരെയും വേർതിരിക്കുന്ന പ്രധാന ഘടകം പ്രശ്നങ്ങളെ സമീപിക്കുന്ന കാഴ്ചപ്പാടാണ്. പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒരു തടസ്സമല്ല, ഒരു പാഠമാണ്, ഒരു അവസരമാണ്, ഒരു വളർച്ചാ ഘടകമാണ് എന്നാണ് ജെഫ് കെല്ലർ ഈ അധ്യായത്തിൽ വ്യക്തമാക്കുന്നത്. പ്രശ്നങ്ങളെ മോശമായി കാണുന്ന മനോഭാവം. നെഗറ്റീവ് മനോഭാവമുള്ളവർ എപ്പോഴും കുറ്റപ്പെടുത്തുന്നു, പരാതി പറയുന്നു, ന്യായീകരണങ്ങൾ നിരത്തുന്നു, പരിശ്രമം നിർത്തുന്നു, അവസരങ്ങളെ കാണുന്നില്ല, ജീവിതം മുഴുവൻ അനീതിയാണെന്ന് കരുതുന്നു. അവർക്ക് ഓരോ പ്രശ്നവും എനിക്ക് പറ്റില്ല എന്നതിന്റെ തെളിവാണ്. പോസിറ്റീവ് വ്യക്തികൾ പ്രശ്നങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഈ പ്രശ്നം എന്നെ എന്ത് പഠിപ്പിക്കുന്നു? അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ ഒരു അവസരമാക്കാം? അവർ ഒരു പ്രശ്നം വന്നാൽ ഭയപ്പെടാതെ, പരാതി പറയാതെ ചിന്തിച്ച് പരിഹാരമാർഗം കണ്ടെത്താൻ ശ്രമിക്കും. വിജയികളുടെ ജീവിതം പഠിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അവർ നേരിട്ട ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് അവരെ ഒരു പുതിയ ദിശയിലേക്ക് നയിച്ചത്. ഏറ്റവും വലിയ കമ്പനികളിലെ ആശയങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ടാക്സി കിട്ടാത്ത പ്രശ്നത്തിൽ നിന്നാണ് യൂബർ തുടങ്ങിയത്. ഭക്ഷണം കിട്ടാൻ ഹോട്ടൽ അന്വേഷിച്ച് പോകേണ്ടി വരുന്ന പ്രശ്നത്തിൽ നിന്നാണ് സ്വിഗ്ഗി ഉണ്ടായത്. നല്ല മീൻ വീട്ടിൽ ക്ലീൻ ചെയ്ത് കിട്ടാത്ത പ്രശ്നത്തിൽ നിന്നാണ് ഫ്രഷ് ടു ഹോം ഉണ്ടായത്. ഒരാൾ ഒരു പ്രശ്നത്തിൽ കുടുങ്ങി നിൽക്കുമ്പോൾ മറ്റൊരാൾ അതിലൊരു അവസരം കാണുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. അവ നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന പാതകളാണ്. പ്രശ്നങ്ങൾ നമ്മെ കൂടുതൽ പക്വതയുള്ളവരാക്കുന്നു, കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കുന്നു, ശക്തരാക്കുന്നു, ബുദ്ധിമാനാക്കുന്നു, പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു. പ്രശ്നങ്ങളെ നേരിടാനുള്ള മനോഭാവം നമ്മളിൽ വളരുന്നു. ശ്രദ്ധിക്കുക, പ്രശ്നം എന്നാൽ അവസരം തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാൽ ജീവിതം തന്നെ മാറും. ജീവിതത്തിൽ വരുന്ന ഓരോ ബുദ്ധിമുട്ടിനെയും എന്തിനാണ് ഇത് വന്നത് എന്ന് ചോദിച്ച് വിഷമിക്കാതെ, ഇതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്താണ് കണ്ടെത്തേണ്ടത് എന്ന ചോദ്യമാണ് വിജയികൾ ചോദിക്കുന്നത്. ചാപ്റ്റർ 6 യുവർ വേർഡ്സ് ബ്ലേസ് എ പാത്ത്.
ചിന്തയ്ക്ക് ശേഷം മനുഷ്യജീവിതത്തെ ഏറ്റവും കൂടുതലായി സ്വാധീനിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ജെഫ് കെല്ലർ പറയുന്നു, നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനും പരാജയത്തിലേക്ക് തള്ളി വീഴ്ത്താനും കഴിയും. വാക്കുകൾ എന്നാൽ ചിന്തകളുടെ ശബ്ദരൂപമാണ്. നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകളുടെ മിററാണ്. എന്താണ് നമ്മൾ പറയുന്നത്? എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കഴിയില്ല, എന്നെ എല്ലാവരും അടിച്ചമർത്തുന്നു എന്നിവയൊക്കെ പറയുമ്പോൾ ബ്രെയിൻ അത് സത്യമായി ഒരു ആജ്ഞയായി സ്വീകരിക്കും. വാക്കുകൾ മാറ്റുമ്പോൾ വികാരങ്ങളും പ്രവൃത്തികളും മാറും. പോസിറ്റീവ് വാക്കുകൾ എന്നാൽ പോസിറ്റീവ് ഇമോഷൻസ് ആണ്. അത് പോസിറ്റീവ് ആക്ഷൻസിലേക്ക് നയിക്കും. അതിനാൽ നമുക്ക് പോസിറ്റീവായ ഫലങ്ങൾ ഉണ്ടാകും. നെഗറ്റീവ് വാക്കുകളോ അത് പേടിയിലേക്കും മടുപ്പിലേക്കും നയിക്കും. ഫലം ഇനാക്ഷൻ ആണ്. അത് നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും. നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വാചകങ്ങളുണ്ട്. എനിക്ക് സാധിക്കില്ല, എനിക്ക് ആ ഭാഗ്യമില്ല, അതെനിക്ക് വിധിച്ചിട്ടില്ല, ഞാൻ പരാജയപ്പെട്ടവനാണ്. ഇവയെല്ലാം ബ്രെയിനിന് ബ്ലോക്ക് ഉണ്ടാക്കുന്ന വാക്കുകളാണ്. പോസിറ്റീവ് വാക്കുകൾ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യുന്നു. ദിവസവും നമുക്ക് പറയാം, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ കൂടുതൽ മെച്ചപ്പെടുന്നു, എനിക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. മനസ്സ് ഉടൻ തന്നെ റിസോഴ്സ്ഫുൾ സ്റ്റേറ്റിലേക്ക് മാറും. നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിത പാതയാണ്. നമ്മൾ നെഗറ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സ്ഥാപിക്കുന്നത് പോലെയാണ്. പോസിറ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ചാൽ ജീവിതം മുന്നോട്ട് പാഞ്ഞു പോകും. ചാപ്റ്റർ 7 ഹൗ ആർ യു? വെറും ഒരു സാധാരണ വാചകം ഹൗ ആർ യു, എങ്ങനെയുണ്ട്, മനുഷ്യന്റെ മനോഭാവവും ഊർജവും വ്യക്തിത്വവും ദിവസത്തിന്റെ മൂഡും എല്ലാം മാറ്റുന്ന ഒരു ശക്തമായ വാചകമാണെന്ന് ഈ അധ്യായത്തിൽ ജെഫ് കെല്ലർ പറയുന്നു. സാധാരണയായി നമ്മൾ ഇതൊരു കാഷ്വൽ ഗ്രീറ്റിംഗ് എന്ന നിലയിൽ കാണാറുണ്ട്. പക്ഷെ ജെഫ് കെല്ലർ ഈ വാക്കിലൂടെ അത്യന്തം ആഴമുള്ള ഒരു തത്വമാണ് പറയുന്നത്. നമ്മൾ ഈ ചോദ്യത്തിന് നൽകുന്ന മറുപടി നമ്മുടെ മനസ്സിലെ ഊർജവും ജീവിത കാഴ്ചപ്പാടും മാറ്റുന്നതാണെന്ന് കെല്ലർ പറയുന്നു. മിക്ക ആളുകളും ഈ ചോദ്യത്തിന് നൽകുന്ന മറുപടി എന്താണ്? ഓ, ഇങ്ങനെയൊക്കെ പോകുന്നു, പ്രത്യേകിച്ച് ഒന്നുമില്ല, സമയമില്ല, ഭയങ്കര ബിസിയാണ്, ഒന്നും ശരിയാകുന്നില്ല, പണി, പ്രശ്നങ്ങൾ, ടെൻഷൻ, അങ്ങനെ തന്നെ. ഈ വാക്കുകൾ കാഷ്വലായി തോന്നിയാലും ഇവ നമ്മുടെ ബ്രെയിനിൽ നെഗറ്റീവ് വികാരങ്ങൾ സൃഷ്ടിക്കുന്നു. ബ്രെയിൻ ഈ വാക്കുകളെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആജ്ഞകൾ പോലെയാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ടയേർഡ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ടയേർഡ് മോഡിലേക്ക് മാറുന്നു. ബാഡ് ഡേ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ നെഗറ്റീവ് പാറ്റേൺസ് മാത്രം കാണാൻ തുടങ്ങും. നമ്മുടെ വാക്കുകൾ മാത്രമല്ല, നമ്മുടെ ശബ്ദത്തിന്റെ ടോണും എനർജിയും എല്ലാം മറ്റുള്ളവർ ഗ്രഹിക്കുന്നു. അത്ര പോരാ എന്നൊരാൾ പറയുമ്പോൾ അവന്റെ ശബ്ദത്തിൽ എനർജി ഉണ്ടാകില്ല, മറുപടി ഡള്ളായിരിക്കും, മുഖത്ത് ഉത്സാഹമുണ്ടാകില്ല. ഇത് മറ്റുള്ളവരെ പോലും ദുർബലമാക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തി ഗ്രേറ്റ്, ഫാന്റാസ്റ്റിക്, മാർവലസ്, ഐ എം ഡൂയിങ് എക്സലന്റ് ടുഡേ എന്ന് പറയുമ്പോൾ അവന്റെ ശബ്ദത്തിൽ ഉത്സാഹമുണ്ടാകും. മറ്റുള്ളവർക്കും ആ എനർജി പകരും. ഇത് വെറും വേർഡ്സ് അല്ല, ഇതൊരു മെന്റൽ പ്രോഗ്രാമിംഗ് ടൂൾ ആണ്. നമ്മൾ പോസിറ്റീവ് മറുപടി നൽകുമ്പോൾ ബ്രെയിൻ സന്തോഷ ഹോർമോണായ എൻഡോർഫിൻസ് പുറപ്പെടുവിക്കുന്നു. ഇതുവഴി നമ്മുടെ മൂഡ് മെച്ചപ്പെടുന്നു, ആത്മവിശ്വാസം ഉയരുന്നു, പ്രവർത്തനത്തിൽ സ്പീഡ് വരുന്നു, സ്ട്രെസ് കുറയുന്നു. ചുരുക്കത്തിൽ ഒരു ചെറിയ പോസിറ്റീവ് ആൻസർ മനസ്സിനെ പവർ മോഡിലേക്ക് മാറ്റുന്നു. ഒരു ലളിതമായ ശീലം, എന്നാൽ ജീവിതം തന്നെ മാറുന്നു. ജെഫ് കെല്ലർ പറയുന്നു, ഫ്രം ടുഡേ വെൻ സംവൺ ആസ്ക് യു ഹൗ ആർ യു, ആൻസർ വിത്ത് എന്തൂസിയാസം. ഉദാഹരണങ്ങൾ: ഐ എം ടെറിഫിക്, ഐ എം വണ്ടർഫുൾ, ഐ എം ഗോയിങ് ഗ്രേറ്റ്, ഡൂയിങ് ഫാന്റാസ്റ്റിക് ടുഡേ. നമുക്ക് ആരംഭത്തിൽ ഇത് ഫോഴ്സ്ഡ് ആയി തോന്നാം, പക്ഷെ നമ്മുടെ ബ്രെയിൻ പതുക്കെ പതുക്കെ നമ്മുടെ ചിന്താരീതിയിൽ മാറ്റം വരുത്തും. പോസിറ്റീവ് മറുപടി നൽകുന്നതിലൂടെ മറ്റാളുകളുടെയും ജീവിതം മാറുന്നു. നമ്മളെ എനർജറ്റിക് പേഴ്സൺ എന്ന് അവർ കാണും. നമുക്ക് ചുറ്റുമുള്ളവർക്ക് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആകും. അധ്യായത്തിന്റെ ആഴത്തിലുള്ള സന്ദേശം നമുക്ക് നോക്കാം. നമ്മൾ പറയുന്ന ചെറിയ സെന്റൻസ് പോലും നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. ആ സെന്റൻസിന്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ചാപ്റ്റർ 8 സ്റ്റോപ്പ് കംപ്ലൈനിങ്. പരാതി പറയാനുള്ള ശീലം നമ്മുടെ ജീവിതത്തെ വിഴുങ്ങുന്ന ഒരു സ്ലോ പോയ്സൺ ആണ്. എന്തുകൊണ്ടാണ് മനുഷ്യർ പരാതി പറയുന്നത്? ജീവിതത്തിൽ എല്ലാവരും ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. പക്ഷേ ഒരു നെഗറ്റീവ് മുൻവിധിയുള്ള വ്യക്തി ചെറിയ പ്രശ്നങ്ങളിൽ പോലും കൂടുതലായി പ്രതികരിക്കും. അതിനെ ഒരു ഡ്രാമ ആക്കും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. തന്റെ ഭാഗ്യക്കേട് റേഡിയോ പോലെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ബ്രെയിനിൽ ഒരു ഹാബിറ്റ് രൂപം കൊള്ളുന്നു. എന്റെ ജീവിതത്തിൽ എന്താണ് തെറ്റുപറ്റിയത്, എന്താണ് തെറ്റായി സംഭവിക്കുന്നത് എന്ന കോൺസ്റ്റന്റ്ലി സ്കാനിങ് മോഡ്.
എനിക്കെന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ എന്ന് അവർ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കും. ഇതുമൂലം എല്ലാ സംഭവങ്ങളിലും ഒരു പരാതി പറയാൻ അവർക്ക് സാധിക്കും. പരാതി പറയുമ്പോൾ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത്? സ്ട്രെസ് ഹോർമോൺസ്, കോർട്ടിസോൾ തുടങ്ങിയ സ്ട്രെസ് ഹോർമോൺസ് കൂടുന്നു, ക്രിയേറ്റിവിറ്റി കുറയുന്നു, നമ്മുടെ എനർജി തീരുന്നു, നമ്മുടെ ആങ്സൈറ്റി ഉയരുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ബ്രെയിൻ സർക്യൂട്ട്സ് ഇനാക്റ്റീവ് ആകുന്നു, ബ്രെയിൻ പ്രോബ്ലം ഫോക്കസ്ഡ് മോഡിൽ കുടുങ്ങുന്നു. പരാതിയുടെ ഏറ്റവും വലിയ ദോഷം അത് നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നു. പരാതി പറയുന്നവരുടെ ചുറ്റും നെഗറ്റീവ് ആളുകൾ മാത്രം കൂടും. പോസിറ്റീവായ ആളുകൾ അവരോട് ഇടപെടാൻ നിൽക്കില്ല. അവർക്ക് അവസരങ്ങൾ കുറഞ്ഞു പോകുന്നു, അവരുടെ സംഘർഷം വർദ്ധിക്കുന്നു, അവരുടെ ആത്മവിശ്വാസം തകരുന്നു. ഇത് ഒരു ഡൗൺവാർഡ് സ്പൈറൽ പോലെ പ്രവർത്തിക്കുന്നു, തുടർച്ചയായി താഴെ വീഴുന്ന ഒരു ചക്രം. പോസിറ്റീവ് ആളുകൾ പ്രശ്നങ്ങൾ കണ്ടാൽ പരാതി പറയുകയില്ല, അവർ സൊല്യൂഷൻ മോഡിൽ പ്രവേശിക്കുന്നു. അവർ ചോദിക്കുന്നത്, ഇതിന്റെ പരിഹാരം എന്താണ്? ഇതിൽ നിന്ന് പഠിക്കാൻ എന്തുണ്ട്? ഇതിൽ നിന്ന് എങ്ങനെ മുന്നേറാൻ സാധിക്കും? ഈ മൈൻഡ് സെറ്റ് ബ്രെയിനിനെ പ്രോബ്ലം സോൾവിംഗ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. കെല്ലർ നമ്മുടെ വായനക്കാരോട് ഒരു ശക്തമായ ചാലഞ്ച് നൽകുന്നു. ട്രൈ 24 hours വിത്തൗട്ട് കംപ്ലൈനിങ്. ഇത് വളരെ ലളിതമായി തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാകും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ മനസ്സ് വളരെ ശക്തി നേടും. പരാതി നിർത്താനുള്ള മാർഗങ്ങൾ: ഓരോ നെഗറ്റീവ് ചിന്തയെയും ക്യാപ്ചർ ചെയ്യുക, ഉടൻ തന്നെ അതിനെ പോസിറ്റീവ് ആൾട്ടർനേറ്റിലേക്ക് മാറ്റുക, പ്രശ്നത്തിൽ മുങ്ങിപ്പോകാതെ സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, ഇറ്റ് കുഡ് ബി വേഴ്സ് എന്ന റിയലൈസേഷൻ വളർത്തുക. ജീവിതത്തിലെ ആഴമുള്ള സന്ദേശം: പരാതികൾ കുറച്ചാൽ ജീവിതത്തിലെ സന്തോഷവും അവസരങ്ങളും കൂടും. ഇതൊരു ശീലമാണ്. ഇത് പാലിച്ചാൽ ജീവിതം ഉയർച്ചയിലേക്ക് പോകും. ചാപ്റ്റർ 9: അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. നമ്മൾ കൂടുതലായി സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരിയാണ് നമ്മൾ. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ മനോഭാവത്തെ ഡയറക്റ്റായി ഷേപ്പ് ചെയ്യുന്നു. ഈ ട്രൂത്ത് വളരെ ശക്തമാണ്, പക്ഷെ പലരും അവഗണിക്കുന്ന ഒന്നാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളെ പ്രചോദിപ്പിക്കാനും നമ്മളെ ഡൗൺ ചെയ്യാനും നമ്മളെ വളർത്താനും നമ്മളെ പിന്നോട്ട് വലിക്കാനും കഴിയും. നെഗറ്റീവ് ആളുകൾ എപ്പോഴും പരാതിയും വിഷമവും പങ്കുവെക്കും. നമ്മുടെ ലക്ഷ്യങ്ങളെ വില കുറച്ച് കാണും, നമ്മുടെ വിജയത്തെ അസാധ്യമാക്കി തോന്നിപ്പിക്കും, നമ്മളെ മെന്റലായി ക്ഷീണിപ്പിക്കും, സ്ഥിരമായ നെഗറ്റിവിറ്റി പകരും. അവർ എന്തിലും ദോഷം മാത്രം കാണും. ഇവരുടെ കൂട്ടത്തിൽ സമയം ചിലവഴിച്ചാൽ ബ്രെയിൻ പതുക്കെ പതുക്കെ അവരുടെ എനർജിയിലേക്ക് സിങ്ക് ആകും. ചിലരോടൊപ്പം 10 മിനിറ്റ് സംസാരിച്ചാൽ പോലും നമ്മളോട് പരാതി കെട്ടഴിക്കുന്ന ആളുകളെ നമുക്കറിയാമല്ലോ. അതാണ് നെഗറ്റിവിറ്റി. പോസിറ്റീവ് ആളുകൾ സൃഷ്ടിക്കുന്നത് എന്താണ്? പോസിറ്റീവ് ആളുകൾ നമ്മളെ പ്രചോദിപ്പിക്കുന്നു, നമ്മുടെ ലക്ഷ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, നമുക്ക് പരിഹാരങ്ങൾ കാണിച്ചു തരുന്നു, നമുക്ക് പുതിയ ആശയങ്ങൾ നൽകുന്നു, നമ്മളെ എനർജറ്റിക് ആക്കുന്നു. ഇത്തരം ആളുകളുടെ സാന്നിധ്യം ബ്രെയിനിനെ അപ്ലിഫ്റ്റ് ചെയ്യും. അവരുടെ എനർജി നമ്മളിലേക്ക് പകരും. എന്തുകൊണ്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നു എന്ന് പറയുന്നത്? നെഗറ്റിവിറ്റി ഒരു പകർച്ചവ്യാധി പോലെയാണ്. അതുപോലെ തന്നെ സക്സസ് മൈൻഡ് സെറ്റ് എന്നതും നമുക്ക് പകർന്നു കിട്ടുന്ന ഒന്നാണ്. നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവരുടെ വിശ്വാസങ്ങൾ, ശീലങ്ങൾ, സംഭാഷണങ്ങൾ എന്നിവ ഇമിറ്റേറ്റ് ചെയ്യും. കുട്ടികൾ മാതാപിതാക്കളെ അനുകരിക്കുന്നത് പോലെ മുതിർന്നവരും അവരുടെ കൂട്ടത്തെ അനുകരിക്കുന്നു. ജെസ്കലർ പറയുന്നു, നമ്മൾ ഉയരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ താഴെ നടക്കുന്നവർക്കൊപ്പം സമയം കളയരുത്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ: നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ആളുകളുടെ പട്ടിക തയ്യാറാക്കുക, അവരുടെ സ്വാധീനം പതുക്കെ കുറയ്ക്കുക. നമുക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് ആളുകളെ കണ്ടെത്തുക, അവരോടൊപ്പം സമയം ചെലവഴിക്കുക, നമുക്കായി മെന്റേഴ്സിനെ കണ്ടെത്തുക. ഇങ്ങനെ നമ്മുടെ കൂട്ടം മാറുമ്പോൾ നമ്മുടെ ഭാവി തന്നെ മാറുന്നു. പോസിറ്റീവ് അസോസിയേഷൻ നമുക്ക് പുതിയ ആശയങ്ങൾ നൽകും, നമ്മളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കും, നമുക്ക് പ്രചോദനം നൽകും, നമ്മളെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിർത്തും, നമ്മളെ വളർച്ചയിലേക്ക് നയിക്കും. ചാപ്റ്റർ 10: കോൺഫ്രണ്ട് യുവർ ഫിയേഴ്സ്. ഈ അധ്യായത്തിൽ ജെഫ് കെല്ലർ മനുഷ്യന്റെ വളർച്ചയെ നിർത്തുന്ന ഏറ്റവും വലിയ ശത്രുവായ ഭയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നേടാൻ കഴിയാത്തത് നമ്മുടെ കഴിവില്ലായ്മ കൊണ്ടല്ല, നമ്മൾ ഭയപ്പെടുന്നു എന്നതുകൊണ്ടാണ്. ഭയം എന്നാൽ എന്താണ്? ഭയം യാഥാർത്ഥ്യമല്ല, അത് മനസ്സിൽ സൃഷ്ടിച്ച ഒരു മെന്റൽ പിക്ചർ മാത്രമാണ്. സംഭവിക്കാം എന്ന് തോന്നുന്ന ഒരു ദുരന്തത്തിന്റെ മുൻകൂട്ടിയുള്ള ചിത്രീകരണം. എനിക്ക് കഴിയില്ല എന്ന നെഗറ്റീവ് വിശ്വാസം, പഴയ തെറ്റുകളുടെ ഓർമ്മ, മറ്റുള്ളവർ എന്താണ് പറയുക എന്ന ചിന്ത, പരാജയപ്പെടുമോ എന്ന തോന്നൽ,
ഇവയെല്ലാം ചേർന്ന് ബ്രെയിൻ നമുക്ക് മുന്നിൽ ഒരു ഇമാജിനറി മതിൽ ഉണ്ടാക്കുന്നു. വാസ്തവത്തിൽ ഈ മതിൽ 90% സമയവും യഥാർത്ഥമല്ല. ഭയം എങ്ങനെയാണ് നമ്മളെ തടയുന്നത്? റിസ്ക് എടുക്കാൻ അനുവദിക്കില്ല, അവസരങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഭയം തടസ്സമാകും, ജീവിതം ചെറിയതാക്കും, നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും, നമ്മളെ കംഫർട്ട് സോണിലേക്ക് ഒതുങ്ങാൻ പ്രേരിപ്പിക്കും. ഭയമുള്ളവർ സേഫ് ലൈഫാണ് നയിക്കുന്നത്. പക്ഷേ സേഫ് ലൈഫ് എന്നാൽ സ്മോൾ ലൈഫ് എന്നാണ് അർത്ഥം. ഭയം ഇല്ലാതാക്കാനുള്ള മാർഗം വളരെ ലളിതമാണ്. ഭയത്തെ നേരിടുക, ആക്ഷൻ എടുക്കുക. അതാണ് ഏക പരിഹാരം. ഭയം ഒരു ഇരുണ്ട മുറി പോലെയാണ്. ഒരു വിളക്ക് കൊളുത്തിയാൽ ഇരുട്ട് കാണാതെ പോകും. അതുപോലെ നമ്മൾ ആക്ഷൻ എടുത്താൽ ഭയം ആവിയായി പോകും. എന്തുകൊണ്ടാണ് ആക്ഷൻ ഭയത്തിന്റെ മരുന്നാണ് എന്ന് പറയുന്നത്? ആക്ഷൻ നമ്മുടെ മനസ്സിനെ ബിസിയാക്കും, ആങ്സൈറ്റി കുറയും. നേട്ടം കിട്ടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ഉയരും, ബ്രെയിൻ പുതിയ റീവയറിംഗ് നടത്തും. ഭയം പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകും. വിജയികളുടെ പ്രധാന ഗുണം അവർ ഭയത്തെ നേരിടുന്നവരാണ് എന്നതാണ്. വിജയികൾക്ക് ഭയം ഇല്ലെന്നല്ല, അവർ ഭയമുള്ളപ്പോൾ പോലും മുന്നോട്ട് തന്നെ പോകുന്നു. അവർ ഭയത്തെ ഗൈഡായി ഉപയോഗിക്കുന്നു. ഓരോ ചെറിയ വിജയവും അവർക്ക് ഭയത്തെ മാറ്റി വലിയ ധൈര്യത്തിലേക്ക് പോകാനുള്ള പാതയാകുന്നു. ഭയത്തിന്റെ മറുവശമാണ് ഏറ്റവും വലിയ നേട്ടങ്ങൾ. നാം എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും വലിയ ഗ്രോത്ത് നേടിയത് നമ്മൾ ഭയപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ്. അതാണ് യഥാർത്ഥ അച്ചീവ്മെന്റ്. ഫീൽ ദ ഫിയർ ആൻഡ് ഡു ഇറ്റ് എനിവേ. ഭയം നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒന്നല്ല, നമ്മളെ വളരാൻ അവസരമൊരുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് തിരിച്ചറിയുക. ചാപ്റ്റർ 11 ഗെറ്റ് ഔട്ട് ദെയർ ആൻഡ് ഫെയിൽ. ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഫെയിലിയർ ഈസ് ബാഡ്. ജെഫ് കെല്ലർ ഈ മിഥ്യാവിശ്വാസത്തെ തകർക്കുന്നു. വിജയയാത്രയിൽ പരാജയം ഒരു ശാപമല്ല, അതൊരു പാഠം, ഒരു മാർഗനിർദ്ദേശം, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. വിജയമെന്നാൽ പല ചെറിയ പരാജയങ്ങളുടെ ഫലമാണ്. ചരിത്രം നോക്കൂ. തോമസ് ആൽവ എഡിസൺ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു. മൈക്കൽ ജോർദൻ ആയിരക്കണക്കിന് ഷോട്ടുകൾ മിസ് ചെയ്തു. വാൾട്ട് ഡിസ്നിയെ പലരും നിരസിച്ചു. അവർ എല്ലാവരും ഒരേ കാര്യമാണ് പറഞ്ഞത്: ഐ ഫെയിൽഡ് മൈ വേ ടു സക്സസ്. എന്തുകൊണ്ട് ആളുകൾ പരാജയത്തെ ഭയക്കുന്നു? മറ്റുള്ളവർ എന്താണ് പറയുക എന്ന ഭയം, സ്വന്തം അഭിമാനം തകർന്നു പോവുമോ എന്ന ഭയം, ഒരു തെറ്റിന് ശേഷം നമ്മൾ വില കുറഞ്ഞവനായി തോന്നുമോ എന്ന പേടി, ഞാൻ കഴിവ് കുറഞ്ഞവനാണ് എന്ന് കരുതുന്ന തെറ്റായ ചിന്ത. ഈ ചിന്തകളെല്ലാം നമുക്ക് തെറ്റായ കണ്ടീഷനിങ് നടത്തും. ഫെയിലിയർ എന്നാൽ ഒരു ഫീഡ്ബാക്ക് ആണ്. ഒരു വഴി പ്രവർത്തിച്ചില്ല, നമുക്ക് മറ്റൊരു വഴി പരീക്ഷിക്കാം. ബ്രെയിനിന് പുതിയ ലേണിംഗ് ലഭിക്കുന്നു, സെൽഫ് അവയർനെസ് ഉയരുന്നു. ഫെയിലിയർ ഒരിക്കലും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നില്ല, അത് നമ്മളെ റിഫൈൻ ചെയ്യുന്നു. കുട്ടികൾ നടക്കാൻ പഠിക്കുന്നത് ഓർത്തു നോക്കാം. കുട്ടികൾ പതുക്കെ നടക്കാൻ പഠിക്കുമ്പോൾ 100 തവണ വീഴും, തിരിച്ചെഴുന്നേൽക്കും, വീണ്ടും വീഴും, വീണ്ടും ശ്രമിക്കും. ഞാൻ വീണുപോയി, ഇനി ഞാൻ ഒരിക്കലും നടക്കില്ല എന്നവർ ഒരിക്കലും പറയില്ല. വളരുമ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് സ്വായത്തമാക്കിയ ഈ റെസീലിയൻസ് നഷ്ടപ്പെടുന്നു. വിജയികളുടെ മനോഭാവം നോക്കാം. വിജയികളിൽ ഒരു യുണീക് ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. ദേ ഫെയിൽ ഫാസ്റ്റ് ആൻഡ് മൂവ് ഫോർവേഡ് ക്വിക്ക്ലി. അവർ തെറ്റുകൾ സ്വീകരിക്കുന്നു, പാഠങ്ങൾ കണ്ടുപിടിക്കുന്നു. അവർ ആരെയും കുറ്റപ്പെടുത്തില്ല. അവർ അവരുടെ പ്രവൃത്തി മാറ്റുന്നു. അവർ വീണ്ടും ശ്രമിക്കുന്നു. ഫെയിലിയർ ഒഴിവാക്കൽ എന്നാൽ ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കൽ എന്നാണ് അർത്ഥം. ഒരു വ്യക്തി ഫെയിലിയറിനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അയാൾ ജീവിതത്തിൽ എടുക്കുന്ന എല്ലാ അവസരങ്ങളും ഒഴിവാക്കും. കാരണം അവസരങ്ങൾക്കൊപ്പം എപ്പോഴും റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലാത്ത ജീവിതം എന്നാൽ സ്റ്റാഗ്നേഷൻ എന്നാണ് അർത്ഥം. ചാപ്റ്റർ 12 ഹെൽപ്പ് അതേഴ്സ്. ഈ അവസാന അധ്യായം ഒരു ആത്മീയമായ മാനുഷികത നിറഞ്ഞ ജീവിതം മാറ്റുന്ന സന്ദേശമാണ്. ജെഫ് കെല്ലർ പറയുന്നു, നമ്മൾ നൽകുന്നതാണ് നമ്മൾക്ക് തിരിച്ചു ലഭിക്കുന്നത്. ഇത് ദയ, ഗുഡ്വിൽ, കർമ്മ എന്നീ 3 ഘടകങ്ങൾ ചേർന്ന ഒരു ടൈംലെസ് ട്രൂത്ത് ആണ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യണം എന്ന് കെല്ലർ പറയുന്നത്? അത് നമ്മുടെ മനസ്സ് ശക്തമാക്കുന്നു. മറ്റാളുകളെ സഹായിക്കുന്നതിലൂടെ നമ്മളിൽ കമ്പാഷൻ ഉയരും. ഇത് ബ്രെയിനിൽ ഓക്സിറ്റോക്സിൻ, സെറോട്ടോണിൻ എന്നീ ഹോർമോണുകൾ വർദ്ധിപ്പിക്കും. രണ്ടും സന്തോഷ ഹോർമോണുകളാണ്. ജീവിതത്തിന്റെ അർത്ഥമുയരും. നാം മറ്റൊരാളുടെ ജീവിതത്തിൽ വിലപ്പെട്ടവരാണ് എന്ന ബോധം നമ്മുടെ ആത്മാവിനെ ശക്തമാക്കും. നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടും. പോസിറ്റീവ് എനർജി കൈമാറപ്പെടും. ഗുഡ്വിൽ രൂപപ്പെടും. സക്സസ് നെറ്റ്വർക്ക് വികസിക്കും. നമ്മൾ സഹായിക്കുന്നവർ തന്നെ പിന്നീട് ഒരു സമയത്ത് നമുക്ക് സഹായമാകും. ഹെൽപ്പിംഗ് എന്നാൽ എല്ലാവർക്കും കഴിയുന്ന ഒരു സൂപ്പർ പവർ ആണ്.
സഹായം വലിയ സഹായമാകേണ്ടതില്ല. ഒരു ചെറിയ കാരുണ്യം പോലും വലിയ സ്വാധീനം ചെലുത്തും. ഒരു പുഞ്ചിരി, ഒരു ഉത്സാഹവാക്ക്, ഒരു ഉപദേശം, സമയത്ത് ചെയ്യുന്ന ഒരു ചെറിയ സഹായം. ലോകം ഈ ചെറിയ കാരുണ്യങ്ങൾ കൊണ്ടാണ് മനോഹരമാകുന്നത്. സെൽഫിഷായ ആളുകൾക്ക് സന്തോഷം കുറവായിരിക്കും. കാരണം അവർ ഓൺലി ഇൻവേർഡ് ഫോക്കസ്ഡ് ആണ്. പക്ഷേ സർവീസ് മൈൻഡഡ് ആയ ആളുകൾ ഇമോഷണലി വെൽത്തിയാണ്. ജെഫ് കെല്ലർ പറയുന്നു, യു റൈസ് ബൈ ലിഫ്റ്റിംഗ് അതേഴ്സ്. സഹായ മനസ്ഥിതിയുള്ളവർ സന്തോഷം നൽകുന്നു, പോസിറ്റീവ് ഫുട് പ്രിന്റ് അവശേഷിപ്പിക്കുന്നു. ആളുകൾ അവരുടെ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നു. ഹെൽപ്പിംഗ് അതേഴ്സ് അട്രാക്ട്സ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ചെയ്യുന്നതെല്ലാം മൾട്ടിപ്ലൈഡ് ആയി നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഹെൽപ്പിംഗ് ഡസൻറ്റ് മീൻ സെൽഫ് സാക്രിഫൈസ്. ജെനുവിൻ ഹെൽപ്പിംഗ് മ്യൂച്വൽ ഗ്രോത്ത് ആണ്. ജീവിതത്തിന്റെ അവസാനത്തിൽ ആളുകൾ ചോദിക്കുന്നത് എത്ര പണം സമ്പാദിച്ചു എന്നല്ല, എത്ര ജീവിതങ്ങളെ എനിക്ക് സ്വാധീനിക്കാൻ സാധിച്ചു എന്നാണ്. എനിക്ക് ശേഷം എന്നെ മറ്റുള്ളവർ എങ്ങനെ ഓർക്കും എന്നാണ്. നമ്മൾ മറ്റുള്ളവർക്കായി നൽകിയതാണ് നമ്മൾ അവശേഷിപ്പിക്കുന്ന ഏറ്റവും വലിയ പൈതൃകം. ഉപസംഹാരം. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ നിർണയിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. പ്രതിബദ്ധത, ധൈര്യം, ശ്രമം, വിശ്വാസം എന്നിവ ചേർന്ന പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഭയങ്ങളെ നേരിടാനും പരാജയത്തെ പാഠമായി സ്വീകരിക്കാനും പ്രശ്നങ്ങളെ അവസരങ്ങളായി മാറ്റാനും നെഗറ്റീവ് ചുറ്റുപാടുകളിൽ നിന്ന് ദൂരെ മാറി നിൽക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും നമ്മളെ ഈ പുസ്തകം പഠിപ്പിക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങളല്ല, സമ്പൂർണ്ണ വളർച്ച, ആത്മവിശ്വാസം, സന്തോഷം, മാനവിക ബന്ധങ്ങൾ എന്നിവയാണ് യഥാർത്ഥ വിജയത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിയന്ത്രിച്ച് ജീവിതത്തിൽ ഓരോ ദിവസവും ഉന്നതമായ പോസിറ്റീവ് സമീപനത്തോടെ മുന്നേറുമ്പോൾ സന്തോഷകരമായ ജീവിതം നമ്മളെ പിന്തുടരും. നമുക്ക് വിജയത്തിന്റെ സന്തോഷവും സമാധാനവും എന്നെന്നും അനുഭവപ്പെടും.